സൗദി നോർത്ത് പ്രൊവിൻഷ്യനിൽ ഒരു മലയാളിയെ കഴിഞ്ഞ ആഴ്ച തൂക്കിക്കൊന്നു. സൗദിയിലെ മറ്റൊരു മലയാളിയും 4 അറബികളും ചേർന്ന് കോഴിക്കോട് മുക്കിലങ്ങാട് സ്വദേശി സബീറിനെ അവിടെ വെച്ച് തട്ടിക്കൊണ്ടുപോയി 2016. സബീറിനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം സൗദി പൗരത്വമുള്ള 4 പേരും കോഴിക്കോട് സബീറിൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, അതുകൊണ്ട് അയാളെ തട്ടിക്കൊണ്ടുപോയാൽ പണം ലഭിക്കും എന്ന് വിവരം ലഭിച്ചത് കൊണ്ടാണ് അവർ 4 പേരും ഇയാളെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാഹസത്തിന് മുതിർന്നത്. ഇതിന് സഹായിയായി നിന്നത് മലയാളിയായ ആ കോഴിക്കോടുകാരനെ കൊണ്ടുപോകാനുള്ള അയാളെ പണമുണ്ട് എന്ന് വരെ കൊടുത്തത് അവിടുത്തെ ഒരു മലയാളി ഡ്രൈവർ തൃശ്ശൂരുള്ള വ്യക്തിയാണ് എന്നാണ് ദുബായ് പോലീസ് കണ്ടെത്തിയത്. 2016 നിസാമുദ്ദീൻ ഈ സബീറിനെ തട്ടിക്കൊണ്ടു പോകാൻ സഹായിച്ചു എന്നാണ് ദുബായ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ സംഭവം ഉണ്ടായ ഉടൻ ദുബായ് പോലീസ് വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് വന്നെത്താൻ അവർക്ക് കഴിഞ്ഞു. അത് 2016 ഏകദേശം 8 വർഷം കഴിഞ്ഞപ്പോഴാണ് അവരെ തൂക്കിക്കൊന്നത്. ഈ സബീറിനെ തട്ടിക്കൊണ്ടുപോയാൽ നല്ല പണം ലഭിക്കും എന്നുള്ളൊരു വിവരം ഈ സൗദിക്കാർക്ക് 4 പേർക്ക് ലഭിക്കുന്നത് അവിടുത്തെ തൃശ്ശൂരുള്ള നിസാമുദ്ദീൻ എന്ന വ്യക്തിയിൽ നിന്നാണ് എന്നാണ് ദുബായ് പോലീസിൻ്റെ കണ്ടെത്തൽ. അവർ 4 പൗരന്മാരെയും ഈ അൽക്കോബാറിലെ ഒരു ഡ്രൈവറായിരുന്ന സാദിഖ് എന്ന നിസാമുദ്ദീനെ കഴിഞ്ഞ ആഴ്ചയിൽ ആ ദുബായ് അവിടുത്തെ നോർത്ത് പ്രൊവിൻഷ്യനിലെ പ്രത്യേക ഒരു സ്ഥലത്ത് വെച്ച് തൂക്കിക്കൊന്നു. ഇവർക്ക് ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല എന്ന് ഇവരുടെ ബന്ധുക്കൾക്ക് മനസ്സിലായി. കാരണം ഇവർ ഈ ആളെ മലയാളിയായ ആളെ കൊല്ലുന്നതോടൊപ്പം രാജ്യദ്രോഹപരമായ പ്രവൃത്തി കൂടി ചെയ്തിട്ടുണ്ട് എന്നൊരു കുറ്റച്ചാർജായിരുന്നു കോടതിയിലുള്ളത്. അതുകൊണ്ട് ബ്ലഡ് മണി കൊടുത്തിട്ട് ഇവരെ മോചിപ്പിക്കാൻ ഉള്ള ശ്രമം വിഫലമാകുകയാണ് ഉണ്ടായത്. അൽക്കോബാറ ഡ്രൈവറായിരുന്ന നൈസാം സാദിഖ് എന്ന് പറയുന്ന നിസാമുദ്ദീനെ ഈ സൗദിയിലെ ഈ 4 അറബികളുമായിട്ട് ഉള്ള ബന്ധമാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നും ഇയാളെ തട്ടിക്കൊണ്ടുപോയി 3 ദിവസം കസ്റ്റഡി വെച്ച് മർദ്ദിച്ച് അയാളുടെ പണമൊന്നുമില്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ മർദ്ദനത്തിൻ്റെ ഒടുവിൽ അയാൾ മരണപ്പെട്ടു. അവിടെ ഇരുന്ന വേസ്റ്റ് ബോക്സിൽ ഇയാളുടെ ഡെഡ് ബോഡി 3-ാം ദിവസം നിക്ഷേപിച്ചു. ആ ഡെഡ് ബോഡി പെട്ടെന്ന് ദുബായ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ അവർ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുകയും ഇതിൻ്റെ പിന്നിൽ അവർക്ക് സംശയം ഉണ്ടായിരുന്ന ഈ സൗദിയിലെ 4 ഈ റോബറി നടത്തുന്ന ഗ്യാങ്ങിൽ തന്നെ വന്നു. അവരോടൊപ്പം ആണ് ഈ ദുബായ് പോലീസ് അൽക്കോബാറിലെ തൃശ്ശൂരുകാരനായ ഡ്രൈവറിനെയും അറസ്റ്റ് ചെയ്തത്. നിയമപരമായ വലിയ പോരാട്ടങ്ങൾ നടന്നെങ്കിലും അത് ഫലവത്തായില്ല. ആ ജഡ്ജിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റിലുള്ള ചില വാക്കുകൾ അത് ശരീഅത്ത് നിയമപ്രകാരം തൂക്കിക്കൊല്ലാനുള്ള കാരണം നിരാലംബരും നിരായുധരും നിഷ്കളങ്കരുമായ ആളുകളെ കൊല്ലുന്നത് ഇസ്ലാം മാപ്പ് കൊടുക്കില്ല എന്ന് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ രാജ്യദ്രോഹ പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്തതെന്നുള്ള വന്നു. അങ്ങനെയാണ് ആ ശരീഅത്ത് നിയമപ്രകാരം ഇവരെ തൂക്കിക്കൊല്ലാൻ തന്നെ കോടതി തീരുമാനമെടുത്തു. പണം ധാരാളം ഉണ്ടെന്ന് കരുതി ആണ് മലയാളിയായ ആ പയ്യനെ അവർ 4 പേരും തൃശ്ശൂരുകാരനും കൂടെ ചേർന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി അവർ പ്രത്യേകമായ അവരുടെ ഒരു ഗോഡൗണിൽ കൊണ്ടുപോയി മർദ്ദിച്ച് അയാളിൽ നിന്ന് പണം ഊറ്റാൻ ശ്രമിച്ചത് വിഫലമായപ്പോഴാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലായി. ഏതായാലും സബീറിനെ തട്ടിക്കൊണ്ടുപോകാൻ നിസാമുദ്ദീൻ സഹായിച്ചു എന്നാണ്. ആ പീഡനത്തിലോ മറ്റു കാര്യത്തിൽ പങ്കെടുത്തോ എന്നത് വ്യക്തതയില്ല. പക്ഷേ അയാളെ
ഇയാളുടെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്നൊരു മലയാളി തന്നെ മറ്റൊരു മലയാളിയെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ പലർക്കും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവും. അല്പം പണം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പം ഇതുപോലെയുള്ള വധശിക്ഷയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് വിദേശത്തുള്ളവർ ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത, തൃശ്ശൂരുകാരൻ മലയാളിയാണ് കോഴിക്കോടുകാരൻ മലയാളിയെ ഒറ്റുകൊടുത്തതെന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മലയാളി കൊന്നതിന് മറ്റൊരു മലയാളി കൂട്ടി നിന്നതാണ് എന്നത് കോടതിക്ക് ബോധ്യമായി. അതിനകത്ത് യാതൊരു കൺസെഷനും കാണിച്ചിട്ടില്ല. വിദേശ പൗരനാണെങ്കിലും കൊല്ലപ്പെട്ടത് വിദേശ പൗരനാണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം അത് കൊല്ലാൻ കൂട്ടുനിന്നതും അയാളുടെ കൂടെയുള്ള അതേ മലയാളി വിദേശി തന്നെയാണ്. ഇതിൽ നിന്ന് അവർക്ക് 8 വർഷം കേസ് നടത്തിയിട്ടും യാതൊരു മോചനവും ലഭിക്കാതെ അവസാനം തൂക്കുകയറിൽ അവരെ ജീവിതം അവസാനിപ്പിക്കേണ്ടിയും വന്നു.